മാധ്യമങ്ങളിലെ സെപ്റ്റി ടാങ്കുകളാണ് നുണ മാത്രം, അപവാദം മാത്രം പ്രചരിപ്പിക്കുന്ന കൈരളി. മറ്റൊന്ന് മരമുറി ആൻ്റപ്പൻ്റെ മറ്റൊരു അപവാദ ചാനൽ. ഈ രണ്ടെണ്ണമാണ് സാംസ്കാരിക കേരളത്തിന് അപമാനമാണ്. ആർക്കെതിരെ പറയും, എഴുതും. ഞങ്ങളോട് ആരുണ്ടാ ചോദിക്കാനെന്നുള്ളതാണ്. ഇതുവരെ കാരണഭൂതത്തിൻ്റെ തണലിൽ കിടന്ന് വിളയാട്ടമായിരുന്നു. ഇനി ആരും ഇത് വിട്ടുകൊടുക്കുമെന്ന് തോന്നുന്നില്ല. അഡ്വക്കേറ്റ് ദീപ ജോസഫ് സുപ്രീം കോടതിയിലെ ഒരു അഭിഭാഷകയാണ്. അവർക്കെതിരെ അനാവശ്യം വിളിച്ചു പറഞ്ഞപ്പോൾ നേരിട്ട് വന്ന് മാപ്രയോട് പ്രതികരിക്കുന്നു. അതെ അവന്തിക, വാർത്ത നമ്മൾ കൊടുക്കുന്നതിന് തടയുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് ഈ അഭിഭാഷകയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അവന്തിക കൈരളിയുടെ മൈക്ക് തട്ടി പറയുന്ന അത്തരത്തിൽ വാർത്ത കൊടുക്കുന്നതിനെ തടയുകയാണ് ഇപ്പോൾ അഭിഭാഷകയായിട്ടുള്ള. നീ കൊടുത്ത വാർത്ത ഏതാ കൊച്ചേ? എന്റെ പുറകെ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ലടാ. മാം കേരള ഹൗസിൽ എത്തിയിട്ടുണ്ട് എന്ന് മാത്രമാണ്. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. വേറെ കുറെ ഈ വാർത്ത ക്യാൻസൽ ചെയ്തേ പറ്റൂ. നിങ്ങൾ ഈ വാർത്ത ക്യാൻസൽ ചെയ്തേ പറ്റൂ. സ്വീകരിക്കാനായിട്ട് മുഖ്യമന്ത്രി സ്വീകരിക്കാൻ ഞാൻ വന്നത് അതിജീവിതയുടെ രതിജീവിതയുടെ കാര്യം പറയാനാണോ?